മണൽ മാഫിയയ്ക്ക് വഴിവിട്ട സഹായം നൽകിയെന്ന പരാതിയിൽ കണ്ണൂരിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം. വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ എസ്ഐ ഉൾപ്പെടെ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സ്ഥലം മാറ്റം. വിജിലൻസ് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. കെ.വി. ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയാം അല്ലെ? മണൽ മാഫിയയ്ക്ക് സഹായം നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കണ്ണൂരിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം. എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എങ്ങനെയാണ്? ഭവ്യ, തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഏതായാലും എസ്ഐ ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. എസ്ഐ നിതിൻ, അതുപോലെ തന്നെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ അനിഴൻ, ഷാജി, കിരൺ എന്നിവരെയാണ് പാനൂർ, കണ്ണവം, തലശ്ശേരി പോലീസ് സ്റ്റേഷനുകളിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ജില്ലാ പോലീസ് മേധാവി ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ മെയ് 29-ന് വിജിലൻസ് ഡിവൈഎസ്പി മധുസൂദൻ നായരുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ക്രമക്കേട് കണ്ടെത്തിയത്. ഈ മണൽ മാഫിയയിൽ നിന്നും ഗൂഗിൾ പേ വഴി പണം വാങ്ങിയെന്നും ഈ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അത് മാത്രമല്ല, കടവുകളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന മണൽ പോലീസുകാർ തിരിമറി നടത്തിയെന്ന ആരോപണം ഉയർന്നിരുന്നു. മണൽ വാരുന്നതിനിടെ പിടികൂടിയ 4 യന്ത്രവൽകൃത തോണികളുടെ എഞ്ചിൻ കാണാനിൽ നിന്ന് വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഈ എഞ്ചിൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ മണൽക്കടത്ത് സംഘത്തിന് തിരിച്ചു കൊടുത്തതായി സംശയിച്ചതിൽ ഈ പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നാണ്, വകുപ്പ് തലം ഉൾപ്പെടെ നടപടി ഉൾപ്പെടെ സ്വീകരിക്കണമെന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഏതായാലും ഇപ്പോൾ 4 പേർക്കെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ഭവ്യ, ബൈജു, ഈ സംഭവം ഇത് എന്നായിരുന്നു എന്നുള്ള എന്തെങ്കിലും വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? അല്ലെങ്കിൽ കുറെ നാളുകളായ സംഭവമാണോ ഇത്? തീർച്ചയായും ഈ പോലീസ് സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ മണൽ മാഫിയുമായി വലിയ അടുത്ത ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ മാസം 29-ന് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നതും വിശദമായ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യന്ത്രവൽകൃത ബോട്ടുകളുടെയൊക്കെ യന്ത്രങ്ങൾ ഇവർക്ക് തിരിച്ചു കൊടുക്കുക, ഗൂഗിൾ പേ വഴി ഇവർ പണം കൈപ്പറ്റിയത്, ഇത്തരത്തിലുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസ് വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇത് DGPക്ക് റിപ്പോർട്ട് നൽകുകയും പിന്നീട് ജില്ലാ പോലീസ് മേധാവിയാണ് ഇന്ന് ഇത്തരത്തിൽ ഈ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തുകൊണ്ടുള്ള ഉത്തരവ്. ഏതായാലും ഇവർക്കെതിരെ വകുപ്പ് തല നടപടി ഉൾപ്പെടെ ഉണ്ടാകണമെന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇവരെ സ്ഥലം മാറ്റം മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഏതായാലും ഇത്തരം പോലീസ് സ്റ്റേഷനുകളിൽ ഈ മണൽ മാഫിയുമായുള്ള അടുത്ത ബന്ധം നേരത്തെ തന്നെ പല സ്റ്റേഷനുകളിലും വലിയ തോതിലുള്ള പരാതി ഉയർന്നു. പക്ഷേ ഇത് പിടികൂടുന്നത് വളരെ കുറവായിരുന്നു. അത്തരത്തിലായിരുന്നു ഇവരുടെ ഇടപാടുകളൊക്കെ. പക്ഷേ ഇതിൽ കൃത്യമായ തെളിവുകളോട് വിജിലൻസ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതോടുകൂടിയാണ് ഈ എസ്ഐ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ സ്ഥലം മാറ്റത്തിന് വിധേയനാവേണ്ടി വരുന്നതും. ഭവ്യ, തീർച്ചയായും കെ.വി. ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. തലസ്ഥാനത്താണെങ്കിൽ ഗുണ്ടകളുമായുള്ള ബന്ധമാണ് പോലീസിന്റെ വാർത്തകൾ വരുന്നത്. ഇപ്പോഴിതാ കാസർഗോഡ് നിന്ന് വരുന്നത് മണൽ മാഫിയയുമായുള്ള പോലീസിന്റെ അടുത്ത ബന്ധമാണ്. ഇവർക്കൊക്കെ വീടിന്റെ തൊട്ടടുത്തേക്കൊരു സ്ഥലം മാറ്റം നൽകി ആ നടപടിയിൽ ഒതുക്കാനാണ് തീരുമാനമെങ്കിൽ അത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. വെയിൽ തന്നെ വിളവ് തിന്നുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. കെ.വി. ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.